അമേരിക്കൻ മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അമേരിക്കയിൽ തന്നെ ആകെ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. പെൻറ്റഗണിൽ നിന്നുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. ഇറാനിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം, പ്രത്യേകിച്ചും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഫെർദോ ആണവ നിലയത്തിലടക്കം നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾക്ക്, പ്രത്യേകിച്ചും യുറേനിയത്തിന് ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല, അവരുടെ ആണവശേഷിയെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന പെൻറ്റഗണിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് CNN ആണ് ഇതാദ്യമായി പുറത്തുവിടുന്നത്. ആ പുറത്തുവിട്ടത് രാജ്യദ്രോഹമാണ് എന്ന് US-ൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി വിറ്റ്കോഫ് പറയുകയാണ്. അതിൻ്റെ അർത്ഥം ഇക്കാലയളവിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്ന ഒരുപാട് കാര്യമുണ്ട്. തങ്ങൾ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അവിടെ ആകെ നശിപ്പിച്ചു, ഫെർദോ ആണവ നിലയം തന്നെ നശിപ്പിച്ചു എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരുന്നെങ്കിൽ അക്കാര്യം ശരിയല്ല എന്ന് തെളിയിക്കുക കൂടിയാണിത്. അപ്പോൾ എന്താണ് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തോടു കൂടി ഈ യുദ്ധത്തിൽ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഇസ്രായേലിൻ്റെ കയ്യിൽ ഉത്തരമില്ല എന്ന് മാത്രമല്ല, അമേരിക്കക്കും അക്കാര്യത്തിൽ വലിയ നാണക്കേടുണ്ടായിരിക്കുകയാണ്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ, അവരുടെ ഇൻ്റലിജൻസ് സംവിധാനം തന്നെ കണ്ടെത്തിയത് ഇത്തരം ഒരു ആക്രമണത്തിൽ യാതൊരുവിധ നശീകരണവും ആണവ നിലയങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ മുകൾ നിലയിലല്ല യഥാർത്ഥത്തിൽ ഇവർ നശീകരണം ഉദ്ദേശിച്ചിരുന്നത്. 70-80 മീറ്ററുകൾ താഴെ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം, സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയത്തെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അന്ന് തന്നെ പല ആളുകളും പറഞ്ഞിരുന്നു, ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഈ വിവരങ്ങൾ അറിയുകയും അവിടെ നിന്ന് ഈ സാധന സാമഗ്രികൾ യുറേനിയം മാറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളത്. അതിനെ അടക്കം സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ്.